വാൽമീകി മഹർഷിയുടെ ജീവിതം കേട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്. വഴി പിഴച്ചുപോയ ഏതൊരു ജീവിതവും എങ്ങനെ ഒന്നാന്തരായിട്ട് യൂ ടേൺ എടുത്ത് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെ ഇല്ല. അപ്പൊ വാൽമീകി മഹർഷിയുടെ കഥ എന്ന് പറഞ്ഞുതരുമോ? ഈ വാൽമീകി മഹർഷിയുടെ പണ്ടത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു. മഹർഷി ഒന്നും ആയിരുന്നില്ല, കാട്ടിലെ പ്രൊഫഷണൽ കൊള്ളക്കാരനായിരുന്നു, കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു. ആ വഴിക്ക് വരുന്ന ആൾക്കാരെയൊക്കെ കൊള്ളയടിക്കുക, അതാണ് തൊഴില്. തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും ഒന്നും നിലനിൽക്കില്ല എന്നല്ലേ പറയാ. ഒരു കാലത്ത് സപ്തർഷികള് ആ വഴിക്ക് വന്നു. അന്ന് സപ്തർഷികളുടെ നേരം ചെന്നു കത്തിയും കൊണ്ട് രത്നാകരൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ. അപ്പോ സപ്തർഷികള് പറഞ്ഞു, നീ ചെയ്യണത് പാപാണ്, ഇത് ചെയ്യരുത് എന്നൊക്കെ. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ, കുടുംബത്തിന് ചെലവിന് കൊടുക്കണ്ടേ, എന്റെ തൊഴിൽ ഇതാണ് എന്നാണ് രത്നാകരന്റെ വാദം. അപ്പൊ സപ്തർഷികള് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കേ, നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ഏറ്റെടുക്കാൻ അവര് തയ്യാറാണോന്ന്. ഇത് കേട്ടപ്പോ നേരെ ചെന്നു രത്നാകരൻ വീട്ടിലേക്ക്, ഭാര്യയോടും മക്കളോടും ചോദിച്ചു. സപ്തർഷികള് പറഞ്ഞ പോലെയൊക്കെ ചോദിച്ചു. അപ്പോ ഭാര്യയുടെയും മക്കളുടെയും മറുപടിയാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്ന്. ഇത് രത്നാകരന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോക്കാ. ഈ കുടുംബം, സ്നേഹം ഇതൊക്കെ വെറുതെ ആണ് എന്നൊരു തോന്നല് വരികയാണ്. അങ്ങനെ ഓടിച്ചെന്നു സപ്തർഷികളുടെ അടുത്തേക്ക്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സപ്തർഷികള് പറയാണ്, അവിടെ ഇരുന്ന് രാമനാമം ജപിക്കാൻ. രാമനാമം പോയിട്ട് ഒരു നാമവും ഇതുവരെ കേട്ടിട്ടുമില്ല, നാവില് വന്നിട്ടുമില്ല. അങ്ങനെയുള്ള രത്നാകരൻ അവിടെ ഇരുന്ന് മരാ 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 എന്ന് ജപിക്കുകയാണ്. മരത്തിൻ ചോട്ടിലിരുന്നു പണ്ടൊരാൾ മരാ മരാ എന്നു ജപിച്ച വേളയിൽ തിരിഞ്ഞു നോക്കിയിടിന കാതുപൊട്ടനാം അരൂപനാമാവ് അരുളട്ടെ മംഗളം. അങ്ങനെ ആ അരൂപനാമാവിന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറുകയാണ്, അറിവുള്ള ആളായി മാറുകയാണ്. അങ്ങനെയുള്ള വാൽമീകി മഹർഷി ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് രണ്ട് ഇണക്കിളികള്, ഒരു ആൺകിളിയും പെൺകിളിയും ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുക. മഹർഷി ഇങ്ങനെ സന്തോഷത്തോടെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഒരു കാട്ടാളൻ വന്ന് അതിലെ ആൺകിളിയെ അമ്പ് ചെയ്ത് വീഴ്ത്തുകയാണ്. ഇത് കണ്ടപ്പോ വല്ലാതെ വിഷമാവുകയാണ് വാൽമീകി മഹർഷിക്ക്. പണ്ടത്തെ കൊള്ളക്കാരന്റെ മനസ്സൊന്നുമല്ല ഇപ്പോ. ലോകത്തിന്റെ മുഴുവൻ വേദനകള് സ്വന്തം ഹൃദയത്തിലേക്ക് എടുക്കാൻ കഴിയുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ള മനസ്സാണ് ഇപ്പോ. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയുടെ വായിൽ നിന്നൊരു ശ്ലോകം പുറത്തേക്ക് വരികയാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം. ഈ ശ്ലോകം പിന്നീട് രാമായണത്തിന്റെ രചനയ്ക്ക് പോലും നിമിത്തായി എന്നാണ് പറയണത്. അങ്ങനെ ജനിക്കാനിരിക്കുന്ന രാമന്റെ കഥകള് മുൻകൂട്ടി കണ്ട് എഴുതുകയാണ് ഈ മഹാകവിയായിട്ടുള്ള വാൽമീകി മഹർഷി. ബന്ധങ്ങളും ബന്ധനങ്ങളും ആകുന്ന ഈ ചിതൽപുറ്റുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ മഹാജ്ഞാനിയാണ് വാൽമീകി മഹർഷി.